കിട്ടി സാറേ, കിട്ടി. അടങ്ങി നിൽക്കണം, അടങ്ങിപ്പോകരുത്. അടങ്ങി അടങ്ങി. ഉള്ള കാര്യമുള്ള പോലെ പറഞ്ഞു. എന്നാ നിനക്കൂടെ നല്ലപോലെ പോകും. വെറുതെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക പറഞ്ഞു. എൻ്റെ സാറേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാനൊന്നും ചെയ്തില്ല. എനിക്കറിയില്ല സാറേ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊന്നും അറിഞ്ഞൂടാ സാർ. എന്താടാ, ശിവമെല്ലാം പറഞ്ഞോ? ഇല്ല സാർ, ഒന്നും പറഞ്ഞു. എന്തിനാടാ നീ ആ പാവം പയ്യന്മാരെ കൊന്നത്? ഉള്ളതുപോലെ പറഞ്ഞോ നീ? ഞാനല്ല സാറേ, ഞാനല്ല. കഴിവറി മര്യാദയുടെ ഭാഷ ചോദിച്ചാൽ നീ പറയില്ല അല്ലടാ? ഞാനല്ല സാറേ, എനിക്കറിയില്ല. സാറിനോട് വിടേ. ഉള്ളതുപോലെ പറഞ്ഞോ? ഞാനല്ല. ഇല്ലെങ്കിൽ നേരെ ചൊവ്വേ നീ ഇവിടുന്ന് പോവില്ല. ഞാനല്ല. ഉള്ളതുപോലെ പറഞ്ഞാ മര്യാദക്ക് നിനക്കൊണ്ട് നടക്കാം. ഇല്ലെങ്കിൽ നീ പുറം ലോകം കാണില്ല. ഞാനല്ല. എന്നെ വിട് സാറേ, ഞാനല്ല. എനിക്കറിയുന്നില്ലെന്ന് പറഞ്ഞേ. ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. കുറെ നാളായവൻ. ഞാനല്ല. അയ്യോ അയ്യോ, എന്നെ വിട് സാറേ. അയ്യോ അയ്യോ അയ്യോ. അയ്യോ, ഒന്നും ചെയ്യലേ സാറേ. ഞാൻ പറയാം. ഞാൻ പറയടാ, എന്താ സംഭവിച്ചത്? പറയടാ. ഞാൻ പറയാം സാറേ. എൻ്റെ പൊന്നമോള് സാന്ദ്ര എത്ര സന്തോഷത്തോടെ അപ്പ ഞാൻ ട്യൂഷന് പോവാണേ. മോളോ, സൂക്ഷിച്ചു പോണേ. അവിടെ തൂങ്ങി താങ്ങി നിൽക്കല്ലേ.
ട്യൂഷൻ കഴിഞ്ഞ് കറക്റ്റ് ആയി വീട്ടിൽ പറഞ്ഞോ. ഞാൻ വന്നോളാം എൻ്റെ അപ്പായി. അപ്പോൾ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് പഠിക്കാം. ഓക്കെ, താല്പര്യമാണോ പഠിക്കാൻ? മേ ഐ കമിൻ സർ? ആ, തമ്പുരാട്ടി നേരത്തെ ആണല്ലോ. ലേറ്റ് ആയിപ്പോയി, ഉറങ്ങിപ്പോയി സാർ. ആ, അതെങ്ങനാ രാത്രി മൊത്തം ഓൺലൈനിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? ആ, വലിയ സംസാരമൊന്നും വേണ്ട, നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ആ, കയറിക്കോ. അപ്പോൾ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് പഠിക്കാം. ഓക്കെ, താല്പര്യമാണോ പഠിക്കാൻ? പ്രിയ RDP പ്രവർത്തകരെ, വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് വിദ്യ അഭ്യസിക്കാനുള്ള സ്ഥലമാണല്ലോ. എന്നാൽ ഇപ്പോൾ വിദ്യയ്ക്ക് പകരം ബ്രൗൺ ഷുഗറും കഞ്ചാവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്കൂളുകൾ. ആ സ്കൂളുകൾ നമ്മൾ കണ്ടെത്തി നമ്മുടെ പ്രവർത്തകർ അതിനുവേണ്ടി അത് തടയിടാനായിട്ട് നിയോഗിച്ച് നമ്മൾ മുന്നിൽ നിൽക്കേണ്ടതാണ്. ഇനിയുള്ള പ്രവർത്തനവും നമ്മുടേത് അതുതന്നെ ആയിരിക്കണം. മയക്കുമരുന്ന് മാഫിയകളുടെ വേര് അറുത്തെടുക്കേണ്ടതാണ്. ജയ് RDP. നിങ്ങൾ രണ്ടുപേരും റെഡിയല്ലേ? എന്ത് വന്നാലും ഇന്ന് അവന്മാരെ പിടിച്ചേ പറ്റൂ, വിടരുത്. റെഡി സാർ. റെഡി സാർ. ഓടിക്കടാ. എന്ത് ടെൻഷൻ അടിക്കാതെ, എൻ്റെ ഒരു വഴിയുണ്ട്, ഞാൻ സെറ്റ് ആയിക്കോളാം. ചേച്ചി ഒരു ഫ്രൂട്ടി. സാന്ദ്രേ, ഇങ്ങോട്ട് വന്നേ. ഒരു ഹെൽപ്പ് ചെയ്യാവോ? പഴയതുപോലെ വല്ല ലൈൻ സെറ്റ് ആക്കാനാണോ? ലൈൻ ഒന്നും സെറ്റ് ആക്കാനൊന്നുമല്ല, പിന്നെ സാധനം കൊടുക്കാനാ. അപ്പുറത്തോണ്ട് കൊടുക്കണം. നിനക്കൊണ്ടേ കൊടുത്താ എന്താ? നീ ഇതൊന്നും കൊടുത്താ മതി. ആ, ഓക്കെ. കൊടുക്കാനേ. അവിടെ ചെന്നിട്ടൊരു കോഡ് പറയണേ, 3610. ആ, കൊടുത്തേക്കണേ. എന്താ സാധനം? അത് നീ കൊടുത്താ മതി. ഓക്കെ, കൊടുത്തേക്കണേ. മറന്നുപോലെ, ഞാൻ പോവാ. സാന്ദ്രേ, എന്താ സംഭവം എന്തുവാ? അത് നീ അറിയേണ്ട കാര്യം? എനിക്കറിയാം അവനെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് നീ അറിയേണ്ട ആവശ്യമില്ല. സാന്ദ്രേ, അതെന്താ നീ ഇങ്ങനെ പറയുന്നത്? നമ്മൾ പരിചയക്കാരല്ലേ? എടീ പറ, അവനെ എനിക്കറിയാം, ഇച്ചിരി കുഴപ്പക്കാരനാ. നീ ഞങ്ങളുടെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കാര്യം നോക്കാം. നീ ഒന്ന് പോയേ. എന്നാ പോടി. ജെറിൻ ചേട്ടൻ പറഞ്ഞ ചേട്ടനല്ലേ? 3610 പറയാൻ പറഞ്ഞു. ആ, മോളിത് എവിടെ പോന്ന? ഞാൻ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്നു. ആ, ചുറ്റിത്തിരിയാതെ വേണം വീട്ടിൽ പോവാൻ നോക്ക്.
ഹലോ ജെറിൻ ചേട്ടാ, അയാൾ എൻ്റെ ഒരു പൊതി തന്നിട്ടുണ്ടായിരുന്നു. എവിടെ കൊണ്ടുവരാനാ? ആ ശരി. ഇതാ വിട്, കൈ വിടറോ, കൈ വിട്. അപ്പായി, 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 അപ്പായി. ഇതെവിടെ പോയി? ബഷീറിക്ക, എന്റെ മോളെ കണ്ട? എവിടെ? കൂട്ടുകാരുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോയായിരുന്നു. അവള് വിളിച്ചിട്ട് എടുക്കണമില്ലല്ലോ. എന്താടാ ഓ ഒന്നുമില്ല, ഞാൻ പോയിട്ട് വരാം. അയ്യോ ഡാ മോനെ, ഡാ മോനെ, ഡാ മോനെ, എന്റെ മോളെന്തിയടാ? ഡാ മോളെ, അയ്യോ മോളെ, മോളെ, അയ്യോ എന്റെ മോളെ, എന്ത് പറ്റിയടാ മോളെ? എന്റെ മോളെ, എന്റെ മോളെ, അയ്യോ കൊല്ലണോലെ, അമ്മ കൊല്ലണം.